ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ അടുത്ത നീക്കം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് പാകിസ്ഥാനിൽ വലിയ തീമഴ പെയ്ച്ചതിന് ശേഷം പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമോ എന്ന ഭീതിയിലാണ് പാകിസ്ഥാൻ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഞങ്ങൾ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്ന വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് ഇന്ത്യ കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആക്രമിക്കില്ല എന്ന് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പാക് സൈനിക കേന്ദ്രത്തിലേക്കാണ് അടുത്ത ആക്രമണം എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഭീകരവാദികളെയും ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെയും ഭീകരവാദികളുടെ അഭ്യുദയകാംക്ഷികളുടെ എല്ലാം തലമണ്ട അടിച്ചു പൊളിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞത്. എന്തായാലും പാക് സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല, അതിർത്തി കടന്നു പോലും പോയിട്ടില്ല ഇന്ത്യ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മിസൈൽ ആക്രമണമാണ് നടന്നത് എന്ന് പറയുന്നു. ചില മാധ്യമങ്ങളിൽ അത് പറയുന്നത് വ്യോമാക്രമണമാണ്. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പറയുന്നത് വ്യോമാക്രമണമാണ്. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പറന്നെത്തി മിസൈലുകൾ വർഷിച്ചിട്ട് പോയെന്നാണ് പറയുന്നത്. എന്നാൽ മറ്റ് ചില പാക് മാധ്യമങ്ങൾ പറയുന്നത് വ്യോമാക്രമണമല്ല, ഇന്ത്യയിൽ നിന്ന് കൃത്യമായി ഭീകരരുടെ ലോഞ്ച് പാഡുകളിലേക്ക് അത് തകർക്കാനായി ഇന്ത്യ മിസൈലുകൾ എയ്തു വിടുകയായിരുന്നു, ബ്രഹ്മാസ്ത്രങ്ങൾ എയ്തു വിടുകയായിരുന്നു എന്നാണ് ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും ഇനി അടുത്ത ആക്രമണം നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലായിരിക്കും എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു. ഈ പുലർവേളയിൽ നമുക്ക് ലഭിക്കുകയാണ്. പാകിസ്ഥാനിൽ വലിയ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. അതിർത്തിയിലേക്ക് പാകിസ്ഥാന്റെ വമ്പൻ ടാങ്കറുകളും അതിർത്തിയിലേക്ക് യുദ്ധസന്നാഹത്തിനുള്ള പട്ടാളക്കാരും നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം നേരിടാൻ ഇന്ത്യ സർവ്വസജ്ജമായി അതിർത്തിയിൽ നിൽപ്പുണ്ട്. അത് കടൽ മാർഗമാണെങ്കിൽ അങ്ങനെ, കരമാർഗമാണെങ്കിൽ അങ്ങനെ, വ്യോമമാർഗമാണെങ്കിൽ അങ്ങനെ തന്നെ നേരിടാനാണ് ഇന്ത്യ ഇപ്പോൾ സജ്ജമായി നിൽക്കുന്നതെന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ പാകിസ്ഥാൻ വമ്പൻ പ്രകോപനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിനു പിന്നാലെ പാകിസ്ഥാൻ അതിർത്തിയിൽ പാക് ഷെല്ലിംഗ് ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉറിയിലാണ് കനത്ത ഷെല്ലിംഗ് ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. രജൌരി മേഖലയിൽ പാകിസ്ഥാന്റെ ശക്തമായിട്ടുള്ള പ്രകോപനം ഉണ്ടായി. അവിടെയും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:45 ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഈ ആക്രമണം നടന്ന അപ്പോഴാണെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. എന്തായാലും ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത സ്ഥലങ്ങളിലാണ് ഇന്ത്യ കുറിവെച്ച് അടിച്ചിരിക്കുന്നത് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പാകിസ്ഥാന് വമ്പൻ നാണക്കേട് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാതെ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വിറളി പിടിച്ച പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന് പറയുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിലേക്ക് വമ്പൻ സൈനിക നീക്കം നടത്തി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.